Hello guys, welcome to another session of newspaper analysis brought to you by Island IAS Ignite Foundation. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഓഗസ്റ്റ് 25 ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇറ്റ്സ് എ സ്റ്റാർട്ട് ഓഫ് എ ന്യൂ വീക്ക്. നമ്മൾ ഈ ആഴ്ചയിലെ ആർട്ടിക്കിൾസും എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ നമുക്ക് ലാസ്റ്റ് വീക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് റീകാപ്പ് ചെയ്യാം. എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആദ്യം തന്നെ നമ്മൾ US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് മിസ്റ്റർ പുടിനും തമ്മിൽ ഒരു മീറ്റിംഗ് ഒക്കെ ചെയ്തിരുന്നു അലാസ്കയിൽ. ആൻഡ് അത് കഴിഞ്ഞിട്ട് വാഷിംഗ്ടണിലെ സമ്മിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങ് പ്രധാനമന്ത്രി മുതൽ ഈ സ്റ്റേറ്റിലെ മിനിസ്റ്റർ വരെ അവരൊരു 30 ദിവസം ജയിലിലുണ്ടായി കഴിഞ്ഞാൽ, അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫോർ എ ഒഫൻസ് വിച്ച് ഇസ് പണിഷബിൾ ബൈ 5 years or more ആണെന്നുണ്ടെങ്കിൽ അവരെ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യം കണ്ടു. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ നമ്മൾ വേറെ എന്താ കണ്ടത്? അനശ്വര മാം കുറേ ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്തില്ലേ? അനശ്വര മാം ഡിസ്കസ് ചെയ്ത ഒരു ഓണർ കില്ലിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ കഴിഞ്ഞ സാറ്റർഡേ തന്നെ നമ്മൾ ജുഡീഷ്യറിയിൽ AI ഒക്കെ എങ്ങനെ യൂസ് ചെയ്യാം, കോഡ്സ് പ്രോജക്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ലാസ്റ്റ് വീക്കിനെ പോലെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളൊരു ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പേരും നമ്മൾ പറഞ്ഞു. അതെന്താണെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് വീക്ക് കണ്ടത്. അപ്പോൾ നമ്മൾ ഈ വീക്ക് ഇന്നത്തെ ദിവസം കാണാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ, ഹിന്ദുവിലെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ വന്നൊരു ആർട്ടിക്കിളാണ്. ഡിസെപ്ഷൻ ടെക്നിക് ഇൻ വാർഫെയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദ ഹിന്ദുവിലായിരുന്നു ആക്ച്വലി ഇത് ആർട്ടിക്കിൾ വന്നിരുന്നത്. അത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഒരു സംഭവമാണ്. ദ സ്റ്റെൽത്ത് ടെക്നിക്കാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തത് ഇന്ത്യൻ എക്സ്പ്രസ് എക്സ്പ്ലെയിനിൽ വന്നിട്ടുള്ള ജൻ വിശ്വാസ് 2.0 എന്ന് പറഞ്ഞിട്ടൊരു ബില്ലാണ്. അതിനെക്കുറിച്ച് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇൻറ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം, ഇത് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയിലെ പ്രധാനമന്ത്രിയുടെ സ്പീച്ചിൽ അദ്ദേഹം ഇത് മെൻഷൻ ചെയ്തു. അത് ആ മിഷൻ ഒരു പേരുണ്ട്. എന്താണ് ഇതിൻ്റെ തംബ്നെയിലിൽ അതായിരുന്നു കടന്നത്. നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഗഗൻയാൻ്റെ എയർ ഡ്രോപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകതരം ടെസ്റ്റാണ് നമ്മുടെ ഗഗൻയാൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഗഗൻയാൻ മിഷൻ എന്താണെന്നുള്ളതും ഈ ടെസ്റ്റ് എന്താണെന്നുള്ളത് നടന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. രണ്ട് ന്യൂസ് പേപ്പറിനകത്തും നന്നായിട്ട് വന്നിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. പിന്നെ ഇന്ത്യയുടെ ഒരു സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. അതിനെ നമ്മൾ നാവിക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് ഇച്ചിരി ഡീഫെക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ഡൗട്ട്സ് വരുന്നുണ്ട്. നമുക്ക് എന്താണെന്നുള്ള കാര്യം ആർട്ടിക്കിളിലേക്ക് നോക്കാം. ഇത് ഇന്നലെ വന്ന ആർട്ടിക്കിളാണ് കേട്ടോ. അതുപോലെ തന്നെ വേറെ കുറച്ച് ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. നമുക്കത് വഴിയെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസെപ്ഷൻ ടെക്നിക് ഇൻ വാർഫെയർ എന്ന് പറഞ്ഞു വന്നിട്ടുള്ള സംഭവമാണ്. ഇത് കാര്യം വേറൊന്നുമല്ല. നമ്മുടെ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ അറ്റാക്ക് നമ്മൾ അവിടെ കൊണ്ടുപോയി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്കും എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അവരും നമ്മുടെ മിസൈൽസ് വെച്ച് നമ്മുടെ എയർപ്ലെയിനൊക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അപ്പോൾ അത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്കതിനെ ഡിസീവ് ചെയ്യാം, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ഡിസീവ് ചെയ്ത് നമ്മുടെ എയർക്രാഫ്റ്റ്സിനെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ്. നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് റിപ്പോർട്ട്സ് വന്നു. അങ്ങനെയാണ് ഈ ആർട്ടിക്കിൾ വരുന്നത്. ഇമ്പോർട്ടൻറ്റ് എങ്ങനെയാവുന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ച് റഫാൽ വിമാനങ്ങളൊക്കെ നമുക്ക് നഷ്ടമായി എന്നൊക്കെയാണ് കുറച്ച് റിപ്പോർട്ട്സ് പറയുന്നത്. എത്രയാണെന്ന് കൃത്യമായിട്ട് നമ്പർ ഇല്ലാത്തതുകൊണ്ട്, ബട്ട് ഓവറോൾ നമ്മുടെ മിഷൻ വാസ് എ സക്സസ്ഫുൾ വൺ. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട റീസണായിട്ട് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റമാണ്. എന്താണ് നമുക്ക് നോക്കാം. അതായത് ഇപ്പോഴത്തെ ഒരു ഈ ആർട്ടിക്കിൾ തുടങ്ങുന്നത് തന്നെ ഇപ്പോഴത്തെ ഒരു വാർഫെയർ എന്നുള്ള രീതിയിൽ എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമല്ല, നമ്മളുടെ സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡിസെപ്ഷൻ, അതിനെ ഡിസെപ്റ്റീവായിട്ട് മറ്റുള്ള എനിമിയുടെ അറ്റാക്കിൽ നിന്ന് നമ്മുടെ എന്താ പറയുക അസറ്റ്സിനെ സേവ് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മോഡേൺ വെപ്പണറിയിൽ പ്രിസിഷനും ലീത്താലിറ്റിയുടെ കൂടെ തന്നെ ഡിസെപ്ഷൻ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. ബൈ ഡിസെപ്ഷൻ വി മീൻ to shield them from the detection and attack by the enemy camp. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇതിനെ നമുക്ക് ചെയ്യുന്നത്. ഇത് വേറൊന്നുമല്ല, നമ്മൾ എനിമീസിനെ കൺഫ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താ പറയുക, ഈ എനിമീസ് നമുക്ക് കുറേ മ്യൂണീഷ്യൻസ് ഒക്കെ നടത്തുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ടാർഗറ്റിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ മ്യൂണീഷ്യൻസ് നഷ്ടമാവും. നമുക്ക് വേണ്ട ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഡ്യൂറിങ് ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യൻ എയർഫോഴ്സ് ആക്ച്വലി സക്സസ്ഫുള്ളി ഡിപ്ലോയ്ഡ് ദി AI-enabled, artificial intelligence-enabled X-Guard systems, X-Guard fiber optic towed decoy FOTD സിസ്റ്റംസിനെ ഡിപ്ലോയ് ചെയ്തു. ഇതിനകത്ത് ഇതൊരു സിസ്റ്റമാണ്. നമുക്ക് എന്ത് സിസ്റ്റമാണെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇതിനു മുന്നേ നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഇതിനകത്ത് എങ്ങനെയാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. സയൻസ് ആൻഡ് ടെക് നമ്മൾ ആദ്യത്തെ ഓറിയൻറ്റേഷൻ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എൻവയൺമെൻറ്റിനും സയൻസ് ആൻഡ് ടെക്കിനും യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഓഫ് ദി കറണ്ട് അഫെയർസ്. കൂടുതലും കറണ്ട് അഫെയർസ് എന്ന് ചോദ്യങ്ങൾ വരാം. ഇതിനകത്ത് ഈ X-Guard ഫൈബർ ഒപ്റ്റിക് ടോഡ്
ടോഡ് ഡീകോയ്, ഈ പറയുന്ന റീസെൻ്റ്ലി സീൻ ന്യൂസ്, ഇത് എന്തിനെ കുറിച്ചാണെന്നുള്ള സാധനം വരാം. അതായത് ഈ സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്, അത് നമ്മൾ ഇനി കാണും. ഇനി വേറൊരു ചോദ്യം വരാൻ പറ്റുന്നത് എന്താ, ഇത് സാധനം ഡെവലപ്പ് ചെയ്ത കൺട്രി ഏതാണ്? ഇന്ത്യ എന്ന് പറയാം, റഷ്യ അല്ലെങ്കിൽ US, ഇസ്രായേൽ. അപ്പോൾ ഇതിനകത്ത് ഇസ്രായേൽ നിന്നാണ് നമുക്ക് ആക്ച്വലി ഇതിനകത്ത് വരുന്നത്. ഞാൻ ആദ്യം വായിച്ചപ്പോഴേ എനിക്ക് ചെറിയൊരു ഡൗട്ട് വന്നു, ഈ ഹിന്ദുവിന് ചിലപ്പോൾ അബദ്ധം പറ്റിയതാണോ എന്ന്. ഇസ്രായേൽസ് റഫേൽ എന്നാണ് പറഞ്ഞ് കിടക്കുന്നത്. നമ്മൾ റഫേൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് എന്താണ്, ഫ്രാൻസിൽ നിന്നല്ലേ കേട്ടിട്ടുള്ളത്. റഫേൽ വിമാനം നമ്മൾ ഫ്രാൻസിൽ നിന്ന് മേടിച്ചു എന്നൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹിന്ദുവിന് തെറ്റി കാണുന്നു. പക്ഷേ അല്ല, എനിക്കാ തെറ്റിയത്. ഈ ഇസ്രായേൽസ് RAFAEL എന്നാണ്. നമ്മുടേത് റഫാലെ ഫൈറ്റർ ജെറ്റ്സ് ആണ്. അതായത് ഇന്ത്യ ഫ്രാൻസിൽ നിന്നും പ്രൊക്യൂർ ചെയ്ത ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് റഫാലെ ഫൈറ്റർ ജെറ്റ്സ്. പക്ഷേ ഈ സിസ്റ്റം എക്സ്കാർഡ് ഫൈബർ ഒപ്റ്റിക് ടോഡ് ഡീകോയ് സിസ്റ്റം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ റഫേൽ എന്ന് പറയുന്ന ഒരു സാധനം ചെയ്തതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു വേർഡ് പ്ലേ ആണ്. ചിലപ്പോൾ UPSC കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാം. അത് നമുക്ക് തെറ്റിക്കാതിരിക്കാൻ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ റഫാൽ എന്ന് പറയുന്ന ഒരു ടോഡ് ഡീകോയ് സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്തത്, പാകിസ്ഥാൻ്റെ PAF എന്ന് പറയുന്നത് നമ്മുടെ കുറേ എക്സ്കാർഡ് ഡീകോയ്സിനെയാണ് അവർ ഷൂട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം അവർ ക്ലെയിം ചെയ്തിരുന്നു കുറേ ഞങ്ങൾ ഷൂട്ട് ഡൗൺ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതൊക്കെ ഡീകോയ് സിസ്റ്റംസിനെ ആയിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഹൗ ഡസ് ദി FOTD സിസ്റ്റം വർക്ക്? ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടും റീട്രാക്റ്റബിൾ ആയിട്ടും റീയൂസബിളുമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ് ഇതാക്കുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിക്കാം. കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് I hope you can see this thing. ഇത് അവരുടെ റഫാൽ എക്സ്ഗാർഡിൻ്റെ തന്നെ വെബ്സൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഈ ഫ്ലൈറ്റ് പോകുന്ന സമയത്ത് ഈ ഫ്ലൈറ്റിനകത്ത് ഇതാണ് ഈ എക്സ്ഗാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിങ്ങനെ താഴോട്ട് ഈ ടോഡ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു വരും. ഫൈബർ ഒപ്റ്റിക് ടോഡ്. ഈ ടോഡ് എന്ന് പറയുമ്പോൾ ഫൈബർ ഒപ്റ്റിക്സ് വെച്ചിട്ടാണ് ഇങ്ങനെ ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എനിമി മിസൈൽ വരുമ്പം ഈ എയർക്രാഫ്റ്റിൽ തട്ടാതെ ഈ പറഞ്ഞ ആ ടോഡ് എക്സ്ഗാർഡ് സിസ്റ്റത്തിലേക്ക് തട്ടും. എന്തുകൊണ്ട്? ആ എക്സ്ഗാർഡ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ സാധനം ആ എയർക്രാഫ്റ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സിനെയും ഇംബൈവ് ചെയ്ത രീതിയിൽ അത് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു മിസൈൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് ആ ആക്ച്വൽ എയർക്രാഫ്റ്റിൽ ലോക്ക് ചെയ്യാതെ ഈ സാധനത്തിലേക്ക് വന്ന് ഇടിക്കും. അങ്ങനെ നമ്മുടെ ആക്ച്വൽ റഫാൽ ജെറ്റ് ആയാലും വാട്ട് എവർ ജെറ്റ് വി ഹാവ് അത് സുരക്ഷിതമായിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ബേസിക്കലി സംഭവം. ഞാൻ ഈ പറഞ്ഞ് കാണിക്കുന്നതിനെക്കാട്ടിലും ഇതൊന്ന് കാണിക്കാൻ തോന്നി. അപ്പോൾ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. അപ്പോൾ നമുക്കിനി ആർട്ടിക്കിളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് കണ്ടതുപോലെ ഇതാണ്, ഇറ്റ് വിൽ ക്രിയേറ്റ് എ കൺവിൻസിങ് ഇല്യൂഷൻ ആൻഡ് റെപ്ലിക്കേറ്റ് ദി ഓൺബോർഡ് ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ്. അതായത് ഈ ഒരു എയർക്രാഫ്റ്റിന് വേണ്ട അതിൻ്റെ റഡാർ സിസ്റ്റംസ് ആയാലും അതിൻ്റെ എന്തൊക്കെ കാര്യം വെച്ചാണ് ഒരു റഡാറിൽ, അതായത് ഗ്രൗണ്ട് സ്റ്റേഷൻ ഡിറ്റക്ട് ചെയ്യുന്നത്, അതെല്ലാം അത് റെപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പം അത് വന്ന് ലോക്ക് ചെയ്യുന്നത് ഈ ഒരു ഡീകോയിലായിരിക്കും. ഇത് പൊട്ടിപ്പോയാൽ നമുക്ക് വലിയ നഷ്ടമില്ല, പക്ഷേ നമ്മുടെ ഫൈറ്റർ ജെറ്റിനെ അത് പ്രൊട്ടക്ട് ചെയ്യും. ഇതാണ് ഇതിനകത്ത് ഏറ്റവും സംഭവമായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിനൊരു 360 ഡിഗ്രിയുടെ ജാമിങ് സിഗ്നൽ ഉണ്ട്. ഈ റഫാലയുടെ സ്പെക്ട്ര എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് കേട്ടോ. അതായത് റഫാലിൻ്റെ ആണ് നമ്മുടെ അതിനകത്ത്, അതായത് നമ്മുടെ ഫൈറ്റർ ജെറ്റിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ളതാണ് സ്പെക്ട്ര. അപ്പോൾ ഈ സ്പെക്ട്ര എന്ന് പറയുന്നത് നമ്മുടെ റഫാൽ വിമാനത്തിൽ ഇൻബിൽട്ട് ആയിട്ടുള്ളത്, അത് ഇറ്റ് വിൽ ബി മാനേജിങ് ദി ഡിറ്റക്ഷൻ, ബ്ലോക്കിംഗ് ആൻഡ് ഓൺബോർഡ് ഡിഫെൻസീവ് മെഷർ. പക്ഷേ ഈ എക്സ്ഗാർഡ് ഉണ്ടല്ലോ, എക്സ്ഗാർഡ് ആൾസ് എ ട്രെയിലിംഗ് എക്സ്പെൻഡബിൾ ലെയർ ജോയിൻലി ഫോമിങ് എ മൾട്ടി ടൈഡ് ഡിഫെൻസീവ് ഷീൽഡ്. അതായത് ഒരു റഫാൽ, നമ്മുടെ ആക്ച്വൽ റഫേൽ വിമാനത്തിൽ തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ അതിൽ തന്നെ ഉണ്ട്. പക്ഷേ ദിസ് എക്സ്ഗാർഡ് ഇപ്പോൾ നമ്മളിത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കണ്ടില്ലേ, ഇതുവഴി ഒരു ആഡഡ് പ്രൊട്ടക്ഷൻ ലെയർ കൊടുക്കുന്നു. ഇതുവഴി ഒരുപാട് പാകിസ്ഥാനി മിസൈൽസ് നമ്മളെ ഷൂട്ട് ചെയ്യാതെ ഇതിലേക്ക് വന്ന് തട്ടി നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ സക്സസിന് ഒരു ബിഗ്ഗസ്റ്റ് പാർട്ടായിരുന്നു. അപ്പോൾ ഈ എന്താണ് ഈ എക്സ്ഗാർഡ് സിസ്റ്റം എന്നും ഈ ഫൈബർ ഒപ്റ്റിക് ടോഡ് ഡീകോ എന്ന് പറഞ്ഞത്, കാരണം ഇതിനു മുന്നേ UPSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇനിയും ചോദിക്കാം, ഫൈബർ ഒപ്റ്റിക് ടോഡ് ഡീകോ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇറ്റ് ഇസ് ടു പ്രൊട്ടക്ട് ദി എന്താ പറയുക, അതിപ്പോൾ എയർക്രാഫ്റ്റ് തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ഒരു സബ്മറൈൻ്റെ കാര്യമാണ് പറയുന്നത്, ഈ ഹിന്ദുവിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സബ്മറൈൻ ആയാലും ഇതിനകത്തായാലും നമ്മുടെ അസറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മറ്റാളെ ഡിസെപ്റ്റീവായിട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഇത്രയും നോക്കേണ്ടതായിട്ടുള്ളത്. ഇതുപോലെ തന്നെ വേറെ പല സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കാം, ബിക്കോസ് UPSC ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ഫ്രം എനിവെയർ ഇൻ ദീസ് ഏരിയാസ്. അപ്പോൾ ലിയോണാർഡോ UL ബ്രൈറ്റ് ക്ലൗഡിൻ്റെ ഒരു സാധനവും, സ്വീഡൻ്റെ ഗ്രിപ്പൻ ES എന്ന് പറയുന്നതും, പിന്നെ US ഈ F-16 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. F-16 എന്ന് പറയുന്നത് US-ൻ്റെതാണ്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഹെറോൺസ് എന്ന് പറയുന്ന സാധനവും, US-ൻ്റെ MQ-9 റീപ്പേഴ്സ് എന്ന് പറയുന്ന സാധനവും.
ഇതൊക്കെ ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നും. പക്ഷേ ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ നോക്കുക. ഹെറോൺസ് എന്ന് പറയുന്നത് ഇസ്രായേലി ആണ് എന്നുള്ളതും ഈ ഗ്രിപ്പൻസ് ES എന്ന് പറയുന്നത് സ്വീഡൻ്റെ ആണെന്നൊക്കെ ഉള്ളത് നമ്മൾ റിപ്പീറ്റഡ്ലി കാണുമ്പോഴത്തേക്ക് ഓർക്കും. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ക്വസ്റ്റ്യൻസ് ക്യാൻ കം. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് ആക്ച്വലി മെയിനായിട്ട് നോക്കേണ്ടതായിട്ടുള്ളത്. വേറൊന്നും ഇതിനകത്ത് കൃത്യമായിട്ട് അങ്ങനെ എന്താ പറയുക, ഇതാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലേക്കാണ് പ്രതീക്ഷിച്ചത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള സാധനം. കാരണം ദിസ് ഡീകോയ്സ് ആർ യൂസ് ടു മിസ്ലീഡ് ദ എനിമി ഇൻ്റലിജൻസ് ആൻഡ് ഡൈവേർട്ട് പ്രിസിഷൻ ഗൈഡിങ് വെപ്പൺസ്. അപ്പോൾ ഇതെന്ത് ചെയ്യും, സ്റ്റിമുലേറ്റിംഗ് ദ ടാങ്ക്സ് ആൻഡ് ആർട്ടറി. ആൻഡ് ഇതൊരു ബെയ്റ്റ് സ്ട്രൈക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻ്റ് ആയിരിക്കും. അതായത് ബെയ്റ്റ് സ്ട്രൈക്സ് ഇതങ്ങ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആ പറഞ്ഞ എയർക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വരുമ്പോൾ അതിൽ തട്ടി നമ്മുടെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് നോക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ എല്ലാത്തിലും തന്നെ US-ഉം ഓസ്ട്രേലിയയും കൂടെ ജോയിൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത നൾക്ക ആക്റ്റീവ് മിസൈൽ ഡീകോയ് എന്ന് പറയുന്ന സാധനം ദാറ്റ് ഇസ് എ സെൽഫ് പ്രൊപ്പൽഡ് വൺ. ഇതും ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ മാത്രം നമ്മൾ കാണേണ്ടതാണ്. മെക്കാനിസംസ് അധികം ഒന്നും നോക്കേണ്ടത്, ഇത് എങ്ങനെ അറിയുക എന്നുള്ളത് അറിഞ്ഞിരിച്ചേക്കുക. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നോക്കേണ്ടത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഈ വീഡിയോ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് എന്താണെന്നുള്ള സംഭവം മനസ്സിലാവും. അപ്പോൾ സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് നമ്മൾ പോവാണ്. ജൻ വിശ്വാസ് ബിൽ, ജൻ വിശ്വാസ് 2.0 എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വേറൊന്നുമല്ല, നമുക്ക് ഇത് ജൻ വിശ്വാസ് 2.0 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 1.0 ഉണ്ടായിരുന്നു. 2023 ജൻ വിശ്വാസ് ബില്ല് കൊണ്ടുവന്നത്. ഈ 2.0 എന്ന് പറയുന്നത് അമെൻമെൻ്റ് ആണ്, അമെൻമെൻറ്റ് ടു ദ 2023 ബില്ലാണ്. അപ്പോൾ എന്താണ്, അതായത് ഈ ജൻ വിശ്വാസം എന്ന് പറയുന്നത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക. അതായത് അവർ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരുപാട് ലോസിനകത്ത് ഒരുപാട് ക്രിമിനൽ പണിഷ്മെൻറ്റ്സ് ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റിന് പോലും എന്താ പറയുക, ജയിൽ ശിക്ഷ അനുഭവിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫൈനും കാര്യങ്ങളും, അല്ലെങ്കിൽ കോടതിയിൽ കയറി നടക്കുക എന്നുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്താവുന്നത്, ഈ ക്രിമിനൽ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കോടതിയിൽ കേസസ് പൈലപ്പ് ചെയ്ത് നടക്കുന്നുണ്ട്. അത് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ കോടതിയിൽ കേസ് കൂടുകയും ചെയ്യുന്നു, നമുക്ക് കാര്യങ്ങൾ ഒട്ടും നടക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറേ സാധനങ്ങളത്തിനെ ഡീക്രിമിനലൈസ് ചെയ്യും. അതായത് ചില ഒഫൻസസിനെ അത്ര വലിയൊരു ഒഫൻസ് ആയിരിക്കില്ല, പക്ഷേ നമ്മൾ ക്രിമിനൽ ഒഫൻസാണ്, അപ്പോൾ അതിനെ ഡീക്രിമിനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ സാധനം. ആൻഡ് നമ്മൾ GSTയുടെ കാര്യത്തിൽ കണ്ട ഒരു വാക്കുണ്ട്, റാഷണലൈസേഷൻ. പ്ലീസ് യൂസ് ദീസ് വേർഡ്. നമ്മൾ സാധാരണ എന്താ പറയുന്നത്, റെഡ്യൂസ് സർട്ടൈൻ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അങ്ങനെയല്ല, റാഷണലൈസേഷൻ ഓഫ് പെനാൽറ്റീസ് എന്നുള്ള കാര്യം സ്ട്രെസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഒരു 16 സെൻട്രൽ ആക്ട്സിനകത്ത് നമുക്കൊരു ഡീക്രിമിനലൈസേഷനും റാഷണലൈസേഷനും കൊണ്ടുവരാനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് മുന്നേ തന്നെ ആക്ച്വലി ഫസ്റ്റ് ടൈം 2023 ജൻ വിശ്വാസ് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 183 പ്രൊവിഷൻസിൽ 42 സെൻട്രൽ ആക്ട്സിനകത്ത് കൊണ്ടുവന്നു. ഈ ഫാക്ച്വൽ ഡീറ്റെയിൽസ് നമ്മൾ നോക്കേണ്ട. പക്ഷേ ജൻ വിശ്വാസ് ബിൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതെന്തിനാണ്, ടു ഫർദർ ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ് ഫോർ ഈസ് ഓഫ് ലിവിങ് ആൻഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസ്, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടേം. നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഡെമോക്രസിയിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താ വരുന്നത്, ട്രസ്റ്റ് ഇൻ ദി ഇലക്ട്രൽ സിസ്റ്റം. അതുപോലെ തന്നെ നമ്മളും ജനങ്ങളെ വിശ്വസിക്കുക, അവർ കുറ്റകൃത്യം ചെയ്യില്ല എന്നുള്ള സാധനവും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഒരു റാഷണലായിട്ട് രീതിയിൽ നമ്മൾ പീനലൈസ് ചെയ്യുക എന്നുള്ള സംഭവം, വെറുതെ ഇല്ലാത്തതിനെ ക്രിമിനൽ ആക്കരുത് എന്നുള്ള സാധനം. ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റഡി പ്രകാരം ഏകദേശം ഇത്രയും സാധനത്തിനകത്ത് ഒരു 75% ഓൾ ആർ ഡിഫൈൻഡ് ആസ് ക്രിമിനൽ സംഭവം. ആൻഡ് എന്ത് പറയുക, ദീസ് ലോസ് ദാറ്റ് റെഗുലേറ്റ് ഏരിയാസ് ബിയോണ്ട് ദി കോർ ക്രിമിനൽ ജസ്റ്റിസ്. ഇത് കാരണം ഒരുപാട് എന്താ പറയുക, നമുക്ക് ജുഡീഷ്യറിക്ക് ബേർഡൻ വരുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ ചിലപ്പോൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നും. നോക്കുക, ദർ ആർ സം സിവിയർ പണിഷ്മെൻറ്റ്സ് ഫോർ സീമിംഗ്ലി സ്മോൾ ഒഫൻസസ്. ലൈക്ക് ഒരു കൗവിനെ മിൽക്ക് ചെയ്തു ഓൺ സ്ട്രീറ്റ്സ് ആണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ പെറ്റ് ഡോഗിന് പ്രോപ്പറായിട്ട് എക്സസൈസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ജയിലിൽ ഇടാനുള്ള വകുപ്പുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഭയങ്കര സില്ലി ആയിട്ടുള്ളൊരു സാധനങ്ങളും, പക്ഷേ അതിന് യു ക്യാൻ സേ ഒരു സില്ലി ഓർ നോട്ട്, വാട്ട് എവർ ഇറ്റ് ഇസ്, ദാറ്റ് ഇസ് സബ്ജക്റ്റീവ്. പക്ഷേ ഇതിനൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് ജയിൽ ടേം ഒക്കെ അനുഭവിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനൊരു ഫൈനൊക്കെ ആക്കി നമുക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഡീക്രിമിനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനകത്ത് ഈ സാധനങ്ങൾ ഇത്രയും ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനെ റാർലി എൻഫോഴ്സ്ഡ് ആണ്. അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ കുറച്ച് നാൾ മുന്നേ നമ്മളൊരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്തൊരു സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതെന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്, ആദ്യത്തെ വീക്കിലാണെന്ന് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്തായിരുന്നു, അതായത് നമുക്കിപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാതെ ഒരു ആക്ട് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആക്ടിനകത്ത് ഇങ്ങനെ ചെറിയ ഒരു ഇതെന്തായിരിക്കും പറയുക, അതായത് ഇന്ന പ്രൊവിഷൻസിൽ ബ്രോഡ് പ്രൊവിഷൻസ് പറയും. പക്ഷേ ആ ആക്ട് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ സബോർഡിനേറ്റ് ലെജിസ്ലേഷനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത് ചെയ്താൽ ഇന്ന തെറ്റ്, ഇല്ലെങ്കിൽ ഇതിന് ഇന്നതാണ് പ്രൊസീജിയർ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യം ഓർക്കുക, ഇറ്റ് ക്യാൻ ലീഡ് ടു ആർബിട്രറി എക്സസൈസ് ഓഫ് പവർ ബൈ ദി സ്റ്റേറ്റ് ഓർ ദി പോലീസ് ഓർ വാട്ട് എവർ അതോറിറ്റി. അതായത് ഇന്ന കാരണം നിങ്ങളത് ശരിയാവത്തില്ല, ഇത്
ആക്ടിനകത്ത്, അതായത് ഇപ്പോൾ നമ്മൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ 2019 നമ്മൾ പാസ് ചെയ്ത് ഭയങ്കര പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അത് കഴിഞ്ഞ വർഷമായിരുന്നു അതിനെ ഓപ്പറേഷണലൈസ് ചെയ്തത്. എങ്ങനെ ചെയ്തു? അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്ന് ചെയ്തു. അപ്പോൾ ഇത്രയും കാലം ഒരു 5 to 6 ഇയേഴ്സോളം ആക്ട് വന്നെങ്കിലും അത് ഓപ്പറേഷണലൈസ് ചെയ്യപ്പെട്ടില്ല. അതുപോലെയാണ് ഇതിനകത്ത് നമുക്ക് ഈ രീതിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെ തന്നെ ഈ ഒരു ക്രിമിനൽ പ്രൊവിഷൻസിനെ നമ്മൾ അത്രയധികം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനെന്താ, ഈ ഒരാൾ പട്ടീനെ വാട്ടർ ചെയ്തില്ല എന്ന് പറഞ്ഞ ഒരാൾ വെറുതെ പിടിച്ച് ജയിലിനകത്തിടും. ഇപ്പോൾ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു പെറ്റി കേസിനൊക്കെ പിടിച്ച് ആൾക്കാർ ഇതാക്കുന്നതും ആർബിട്രറിലി പവർ എക്സൈസ് ചെയ്യുന്നതിലേക്ക് ഈ സാധനങ്ങളൊക്കെ പോവും. അപ്പോൾ ദിസ് ഇസ് കോൺട്രറി ടു ദ ബേസിക് ലീഗൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രപ്പോർഷണാലിറ്റി ഇൻ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്. അതായത് നമ്മൾ ചെയ്യുന്ന ക്രൈമിന് പ്രപ്പോർഷണൽ ആയിരിക്കണം പണിഷ്മെൻറ്റ്, ഒരിക്കലും അതിൽ കൂടുതൽ ആവാൻ പാടില്ല. ഇറ്റ് ഇസ് കോൾഡ് ടെസ്റ്റ് ഓഫ് പ്രപ്പോർഷണാലിറ്റി. അത് നമ്മൾ സുപ്രീം കോടതിയിലെ പല ജഡ്ജ്മെൻറ്റ്സിലും അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. യൂഷ്വലി എന്താ പ്രൈവസി, അതായത് പ്രൈവസീനെ ഹാനികരിക്കുന്ന എന്തെങ്കിലും സ്റ്റേറ്റിൻ്റെ നടപടികൾക്ക് അവർ പ്രപ്പോർഷണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും സുപ്രീം കോടതി എംപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ പണിഷ്മെൻറ്റ് ഷുഡ് ബി പ്രപ്പോർഷണൽ. ഇതാണ് നമുക്ക് നോക്കേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് ഒരുപാട്, അതായത് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ, നമ്മൾ കഴിഞ്ഞ ദിവസം PRS ലെജിസ്ലേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ ആ ലോ പ്രൊഡക്ടിവിറ്റി ഇൻ ദ പാർലമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ ദേ ഓൾസോ കണ്ടക്ട് സം സ്റ്റഡീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ പറയും. അപ്പോൾ അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനും ആൻസറിൽ കോട്ട് ചെയ്യാൻ പറ്റുന്നതും ഒരു ഓർഗനൈസേഷനാണ്. ഇറ്റ്സ് എ ക്രെഡിബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പോൾ അവർ പറയുന്നത് ഒബ്സർവർ റിസർച്ച് ഒരു 1500ഓളം ലോസ് ദാറ്റ് ഗവൺ ദി ഡൂയിങ് ബിസിനസ് ഇൻ ഇന്ത്യ, മോർ ദാൻ ഹാഫ് ഓഫ് ദം ക്യാരി ഇംപ്രിസൺമെന്റ് ക്ലോസസ്. അപ്പോൾ എന്താ, അതായത് നമുക്ക് പല ലോസിനകത്ത് ഇംപ്രിസൺമെന്റ് ഒക്കെ വരുമ്പോൾ സമയത്ത് നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതായത് വേറെ ആൾക്കാർ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെന്റ് ക്ലോസും ഒരു ക്രിമിനാലിറ്റി ക്ലോസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവർ മടിക്കും, അവർ ചെയ്യില്ല. അപ്പോൾ ബിസിനസ് ചെയ്യാൻ ഇന്ത്യയിൽ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ സെക്ടേഴ്സ് ഭയങ്കര മോശമായിട്ട് മാറില്ലേ, അതിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഡീക്രിമിനലൈസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ക്രിയേറ്റിംഗ് ബാരിയേഴ്സ് ഫോർ ദി സ്മൂത്ത് ഫ്ലോ ഓഫ് ഐഡിയാസ്, ഓർഗനൈസേഷൻ, മണി ആൻഡ് ഓൺടർപ്രണർഷിപ്പ്. ഇത് നമ്മുടെ വെൽത്തിനെയും GDP-നെ ഒക്കെ തന്നെ ബാധിക്കും. മാത്രമല്ല എക്സസീവ് ആയിട്ടുള്ള ക്രിമിനലൈസേഷൻ ഇസ് ഗോയിങ് ടു ഇമ്പാക്ട് ഇന്ത്യസ് ഓൾറെഡി ഓവർ ബർഡൻഡ് ലീഗൽ സിസ്റ്റം. നമ്മൾ കഴിഞ്ഞ ദിവസം കോടികളായിട്ട് കുറേ ഇതെന്ന് പറഞ്ഞു. അതിന് എക്സാക്റ്റ് ആയിട്ടുള്ള ഡേറ്റയാണ് ഇതിനകത്ത് പറയുന്നത്. നാഷണൽ ജുഡീഷ്യൽ ഡേറ്റ ഗ്രിഡിന് അനുസരിച്ച് 24th ഇന്നലെ വരെ ഉള്ള ഡേറ്റ വെച്ച് നോക്കുമ്പോഴത്തേക്കും 3.6 crore പെൻഡിങ് ക്രിമിനൽ കേസസ് ആണ് ഉള്ളത്. ക്രിമിനൽ കേസസ് മാത്രത്തിന് കാര്യമായി പറയുന്നത് കേട്ടോ. 3.6 crore പെൻഡിങ് കേസസ് ആണ്. അത് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് കോർട്ട്സിൽ മാത്രം. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൽ ഏകദേശം ഒരു പകുതി കൂടുതൽ തന്നെ 1 year ഓൾഡർ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ കേസിന് പോകുമ്പോഴത്തേക്കും അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഡിലേ വരും, അതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡിലേ വരും, പലർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത ക്രിമിനലൈസേഷൻസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത്രയാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഇതുപോലെ ഈ ഫീച്ചേഴ്സിൻ്റെ ബിൽ എങ്ങനെയാണ് ഇതിനെ ഡീക്രിമിനലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ദ ബിൽ ഇൻട്രൊഡ്യൂസ് ദി കൺസെപ്റ്റ് ഓഫ് വാർണിംഗ്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസസ് ഫോർ ദി ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സ്. ആദ്യമായിട്ടാണ് ഒരാൾ ഒരു ഒഫൻസ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ, ലോയിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു വാർണിംഗ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് കൊടുക്കും. എങ്ങനെയാണ്? ഫോർ ഇൻസ്റ്റൻസ്, ദ ഫസ്റ്റ് ടൈം ഒഫൻഡേഴ്സ് വിൽ ബി സെർവ്ഡ് ആൻ ഇംപ്രൂവ്മെൻറ്റ് നോട്ടീസ് ഫോർ ദ യൂസ് ഓഫ് നോൺ സ്റ്റാൻഡേർഡ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബിസിനസ് കടകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വെയ്റ്റ്സ് ഒക്കെ യൂസേജ് ചെയ്യുമല്ലോ, അതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം, അതിനൊക്കെ സീൽ ചെയ്ത് മേടിക്കണം. ഇനി ഒരു പക്ഷേ അത് സീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ആദ്യം ഒരു വാർണിംഗ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെഫ്റ്റി ആയിട്ടുള്ള ഫൈൻ കൊടുക്കുക, അല്ലാതെ ഇംപ്രിസൺമെൻറ്റ് കാര്യങ്ങളൊന്നും കൊടുക്കരുത്. അപ്പോൾ ഇറ്റ് ക്യാരീസ് എ ഹെഫ്റ്റി പെനാൽറ്റി ഓഫ് 1 lakh rupees ആൻഡ് ദിസ് വിൽ റിക്വയർ ദി ഒഫൻഡർ ടു റെക്ടിഫൈ ദി നോൺ കംപ്ലയൻസ് വിത്ത് എ സ്പെസിഫൈഡ് ടൈം. അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ മൈനർ ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയറൽ ഡിഫോൾട്ട്സിനൊക്കെ ഇംപ്രിസൺമെൻറ്റ് എന്നുള്ള സാധനത്തിനെ മാറ്റി പെനാൽറ്റി ആക്കുക. ഈ പെനാൽറ്റി ആക്കുന്നത് എങ്ങനെയാണ്? റാഷണലൈസ്ഡ് പെനാൽറ്റിയാണ്. റാഷണലൈസേഷൻ ഓഫ് പെനാൽറ്റീസ്, അതായത് ഹയർ പെനാൽറ്റീസ് ഫോർ റിപ്പീറ്റഡ് ഒഫൻസസ്. ആദ്യം നമ്മൾ വാർണിംഗ് കൊടുക്കും. വീണ്ടും ഒഫൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക, വേറൊരു ഹയർ എമൗണ്ട് ആയിരിക്കും നമുക്ക് നെക്സ്റ്റ് ടൈം ഒഫൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു 10% ഇൻക്രീസ് ഇൻ ദ പെനാൽറ്റീസ് എവറി 3 years എന്നുള്ള രീതിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്തുവാ? ഇറ്റ് ഈസ് എയിംഡ് അറ്റ് അച്ചീവിങ് ഡിറ്ററൻസ് വിത്തൗട്ട് ലെജിസ്ലേറ്റീവ് അമെൻമെൻറ്റ്സ്. അതായത് പൈസ കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് പണ്ട് അറിയാവോ, നമ്മൾ ഹെൽമെറ്റ് ഒന്നും ഇടാതെ ആയിരിക്കും ഈ നാട്ടിലൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു IPS ഓഫീസർ ഉണ്ടായിരുന്നു, ഋഷിരാജ് സിംഗ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം വന്നിട്ട് ഭയങ്കരമായിട്ട് അത് കർശനമാക്കി, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം അന്ന് ചെയ്ത ഭയങ്കര ഡ്രൈവിനകത്ത് ഇപ്പോൾ
ആരായാലും ഹെൽമെറ്റ് ഇട്ടിട്ട് എവിടെ പോകാറില്ല. ഭയങ്കര ഹെഫ്റ്റി ഫൈൻസ് കൊടുത്തു, കർശനമായിട്ടുള്ള നടപടികൾ എടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മളൊരു ഹെൽമെറ്റ് പേരിനെങ്കിലും ഇട്ടിട്ട് പോകാറുണ്ട്. ഹെൽമെറ്റ് ഇട്ടിട്ട് തന്നെ പോകണം കേട്ടോ, അത് നല്ലൊരു കാര്യമാണ്. ബട്ട് ഹൗ ഇറ്റ് വർക്ക്സ്, ഡിറ്ററൻസ്. ഇനി ആരെങ്കിലും പോലീസ് പിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് വെറുതെ 500 രൂപ കൊടുക്കണോ, ഇല്ല 1000 രൂപ കൊടുക്കണ്ടേ എന്നും പറഞ്ഞ് നമ്മൾ വെറുതെ വെച്ചിട്ട് പോകും. ഇറ്റ് ക്രിയേറ്റ്സ് എ ഡിറ്ററൻസ് വിത്തൗട്ട് ക്രിയേറ്റിംഗ് ലെജിസ്ലേറ്റീവ് അമെൻമെൻറ്റ്സ്. അപ്പോൾ ഇത് മോർ ബിസിനസ് ഫ്രണ്ട്ലി എൻവയൺമെൻറ്റ് വരും. നമ്മുടെ റെഗുലേറ്ററി ലാൻഡ്സ്കേപ്സിനെയൊക്കെ തന്നെ അത് അൺനെസസറി ഹർഡിൽസ് നിന്ന് മാറ്റും. അപ്പോൾ ഈ ബില്ല് ഇതുവരെ പാസ്സായിട്ടില്ല. ഒരു സെലക്ട് കമ്മിറ്റി ഓഫ് ദി പാർലമെന്റ്, അത് ടൈപ്പ് ഓഫ് പാർലമെന്ററി കമ്മിറ്റിയാണ്, ഒരു സെലക്ട് കമ്മിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്ത് ഇത് ശരിയാണോ, ഇതിന് ഇത്രയും മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഫൈനൽ ഷേപ്പ് കൊടുത്ത് പാർലമെന്റിൽ പാസ്സാവും. സോ ഇറ്റ് ഈസ് എ ഗുഡ് ബിൽ. ജൻവിശ്വാസ് ബിൽ എന്ന് പറയുന്നത് ബേസിക് ഓവറോൾ ഐഡിയ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതായിരുന്നു നമ്മൾ ലീഡിംഗ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന 2 ടോപ്പിക്സ്. ഇനി നമുക്ക് കുറച്ച് ഡെവലപ്മെന്റ്സ് വന്നിട്ടുള്ള ന്യൂസിൽ വന്നിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയിൽ പ്രധാനമന്ത്രി മിഷൻ സുദർശന ചക്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അയൺ ഡോം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇസ്രായേൽ ഗാസ വാറിൻ്റെ സമയത്ത് ഹമാസ് ഓർഗനൈസേഷൻ കൊണ്ടുവരുന്ന ഒരുപാട് മിസൈൽ അറ്റാക്സിനെ ഇസ്രായേൽ തടുത്തു. എങ്ങനെയാണ്? ഇസ്രായേലിനൊരു അയൺ ഡോം ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു, എയർ ഡിഫൻസ് സിസ്റ്റം. അതുപോലെ ഒരെണ്ണം ഇന്ത്യക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇൻഡിജീനിയസ് ആയിട്ടൊരു എയർ ഡിഫൻസ് സിസ്റ്റം ബൈ ഏത് വർഷമാണ്? 2035. സോ ഫ്രം 10 years ഫ്രം നൗ ഈ ഒരു സിസ്റ്റത്തിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മിഷൻ സുദർശന ചക്രയുടെ പരിപാടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് DRDO ഹാസ് ടെസ്റ്റഡ് എ മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റം സക്സസ്ഫുള്ളി. എന്തുകൊണ്ടാണ് ഈ മൾട്ടി ലെയർഡ് നമ്മൾ പറയുന്നത്? ഇതിനകത്ത് ഒരു സർഫസ് ടു എയറിൻ്റെ ഒരു ക്വിക്ക് റിയാക്ഷൻ QRSAM എന്ന് പറയുന്നത് സർഫസ് ടു എയർ മിസൈലിനെയാണ്. ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈലും അഡ്വാൻസ്ഡ് വിഷൊറാറ്റ്സ് എന്ന് പറയുന്നത് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റംസും, പിന്നെ നമുക്ക് ഹൈ പവേർഡ് ആയിട്ടുള്ള ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് DEW, ഈ 3 സിസ്റ്റത്തിനെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള മിഷൻ സുദർശന ചക്രയുടെ അടിയിൽ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം, മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു നടന്നത്, ഒഡീഷയിലാണ് അത് നടന്നത്. അപ്പോൾ ഇറ്റ് ഹാസ് ബിക്കം സക്സസ്ഫുൾ. അപ്പോൾ ഇപ്പോൾ അതൊരു റെഡി ആയിട്ടില്ല കേട്ടോ. ബൈ 2035 നമ്മൾ റെഡി ആക്കാൻ നോക്കുന്നത്. ഇതിനിങ്ങനെ ഒരുപാട് ടെസ്റ്റിങ്ങും ഡിപ്ലോയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതെന്താണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇറ്റ്സ് എ മെയ്ഡൻ ടെസ്റ്റ് ഫ്ലൈറ്റ്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ആർട്ടിക്കിളാണ് കേട്ടോ. അപ്പോൾ മിഷൻ സുദർശന ചക്രയുടെ പാർട്ടായിട്ടാണ് വന്നത്. മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ നെറ്റ്വർക്ക് സിസ്റ്റം ആൻഡ് സോ ദാറ്റ് എനിമി ഏത് റേഞ്ചിൽ നിന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഇതാക്കാൻ പറ്റുക. അതായത് 3 ലെയറാണ്. ഏതെങ്കിലും ഒരു ലെയറിനകത്ത് അത് മിസ്സായി കഴിഞ്ഞാലും രണ്ടാമത്തെ 3ാമത്തെ ലെയറിൽ അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിനകത്ത് ഇറ്റ് ഹാസ് എ 360-degree ഏരിയൽ ത്രെറ്റ് ഇൻ്റർസെപ്ഷൻ ബൈ ഡ്രോൺസ്, മിസൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ്സ്. ഇറ്റ് ഈസ് AI ഡ്രിവൺ സിസ്റ്റം ലൈക്ക് ആകാശ് തീർ. മാത്രമല്ല ഇതിനൊരു റിയൽ ടൈം സർവൈലൻസ് ഉണ്ട്. ഇത് ഒഫൻസീവ് ആൻഡ് ആസ് വെൽ ആസ് ഡിഫെൻസീവും ആയിരിക്കും. ഒഫൻസീവ് പാർട്ടിന് വരുന്നതേ ഉള്ളൂ. സോ വി വിൽ ഹാവ് എ റിട്ടാർഡറ്റ്ലി സ്ട്രൈക്ക് കേപ്പബിലിറ്റി. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സക്സസിന് ശേഷം ഇന്ത്യ വാണ്ട്സ് എ പെർമനൻറ്റ് ആൻഡ് സ്കെയിലബിൾ ഷീൽഡ്. കാരണം നമ്മൾ കണ്ടു, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രോൺ അറ്റാക്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ജമ്മു കാശ്മീരിലെ കുറേ വീഡിയോ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതിനകത്തൊക്കെ നമ്മുടെ മിസൈൽസ് അങ്ങോട്ട് തിരിച്ചുപോയി അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എനിമി മിസൈൽ ഇവിടെ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് അതിനെ പൊട്ടിച്ചു കളയും. സോ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ഫോൾ ഇൻ അവർ ടെറിട്ടറി ആൻഡ് നമ്മുടെ നാശനഷ്ടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വി നീഡ് സച്ച് എ തിങ് സോ ദാറ്റ് ഇറ്റ് എൻഹാൻസസ് ദി ഡിറ്ററൻസ് അഗൈൻസ്റ്റ് ചൈന ആൻഡ് പാകിസ്ഥാനി ത്രെറ്റ്സ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്ത് തോന്നുന്നത്. ഇന്ത്യാസ് ഓൺ അയൺ ഡോൺ സിസ്റ്റമാണ്. ഇതിനെ നമ്മുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സിവിലിയൻ ഇതായിട്ടുള്ള പിന്നെ റിലീജിയസ് ഇൻഫ്രാസ്ട്രക്ചറിനെയൊക്കെ ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് ഫുള്ളി മെയ്ഡ് ഇൻ ഇന്ത്യ. ആത്മനിർഭർ ഭാരതുമായിട്ട് അലൈൻ ചെയ്ത് 2025 ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഹോപ്പ് വി സക്സീഡ് ഇൻ ദാറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ബിക്കോസ് ഇത് വലിയൊരു ത്രെറ്റാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തൊരു ഇതിനേക്ക് പോവാണ്. ഗഗൻയാൻസ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ഇറ്റ് ഹാസ് ബിക്കം സക്സസ്ഫുൾ. ഗഗൻയാൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാമാണ്. അതായത് ഇന്ത്യയിലെ ഹ്യൂമൻസിനെ സ്പേസിലേക്ക് എത്തിക്കുക ബൈ അവർ ഓൺ എഫേർട്സ്. അതിനെയാണ് നമ്മൾ ഗഗൻയാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ആക്ച്വലി നമുക്കൊരു ഒരുപാട് ക്രൂഡ് മിഷൻസും ഉണ്ട്, അൺക്രൂഡ് മിഷൻസും ഉണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി റിസ്കി മിഷൻ. ഒരു ഹ്യൂമൻസിനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ആഡഡ്, അതായത് നമ്മളിപ്പോൾ ഒരു സാറ്റലൈറ്റ് അയക്കുന്ന പോലെ അല്ല ഹ്യൂമൻസിനെ അയക്കുന്ന സമയത്ത്. ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂമൻ ലൈഫ്. മറ്റത് പോയി കഴിഞ്ഞാൽ കുറച്ച് കാശ് മീൻസ് കോടികളിലാണ് പോകുന്നത്. ബട്ട് സ്റ്റിൽ ഹ്യൂമൻ ലൈഫ് ലോസ് ഇറ്റ് ഇസ് എന്താ പറയുക, നമുക്കൊരു വാല്യൂ അതിന് അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കോഷ്യസ് ആയിരിക്കണം. അപ്പോൾ ഹ്യൂമൻ റേറ്റഡ് ടെസ്റ്റിങ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് സാധാരണ അയക്കുന്ന റോക്കറ്റ് മെഷീൻസിനെ നമ്മൾ ഹ്യൂമൻ റേറ്റഡ് ഫോർമാറ്റ്സിലേക്ക് നമ്മളതിനെ മാറ്റണം. ആ ടെസ്റ്റിംഗ് അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഹ്യൂമൻസിനെ പ്ലേസ് ചെയ്ത്
സേഫ് ആയിട്ട് അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗഗൻയാൻ മിഷൻ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്, ഇന്ത്യയുടെ സ്പേസ് ഫ്ലൈറ്റ് മിഷനാണ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് കുറേ അൺക്രൂഡ് ആയിട്ടുള്ള മിഷൻസും ഉണ്ട്, ക്രൂഡ് ഫ്ലൈറ്റ്സും ഉണ്ട്. അപ്പോൾ അൺക്രൂഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആൾക്കാരുണ്ടാവില്ല ഫോർ ടെസ്റ്റിംഗ് വേരിയസ് അതർ സിസ്റ്റംസ്, ആൻഡ് ക്രൂഡ് മിഷൻ വിൽ ബി ലൈക്ക് സെൻഡിങ് ദി അവർ ഇന്ത്യൻസ് ഓൺ ദി സ്പേസ്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് മൂണിൽ ലാൻഡ് ചെയ്യുക നമ്മുടെ സ്വന്തം എഫേർട്സിൽ എന്നുള്ളതൊക്കെയാണ് പ്ലാൻ. ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ വെരി സൂൺ. ബട്ട് ദ സ്പേസ് ഫ്ലൈറ്റ് പ്രോഗ്രാം വിൽ ബി ഹാപ്പനിങ് വെരി സൂൺ. നമ്മുടെ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് late 2027 ക്രൂഡ് മിഷൻ late 2027 ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു 2 ക്രൂഡ് മിഷൻസും ഉണ്ട്, 6 അൺക്രൂഡ് മിഷൻസും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺക്രൂഡ് മിഷൻ്റെ പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. നമ്മൾ പറഞ്ഞിരുന്നു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ഒരു ഇന്ത്യൻ വെർഷൻ ആയിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് മൊഡ്യൂളും നമ്മൾ അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ടായിരിക്കും നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് വേറൊന്നും അല്ല. അപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഒരുപാട് ടെസ്റ്റിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ് ദി ഫസ്റ്റ് ഇൻറ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്. അതായത് നമുക്കറിയാം, നമ്മൾ കുറേ മൂവീസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഏതിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, എനിക്ക് തോന്നുന്നു ഗ്രാവിറ്റി എന്ന് പറയുന്ന സിനിമയിലുണ്ട്, അല്ലെങ്കിൽ മാർഷ്യൻ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിനകത്തൊക്കെ ഇത് കാണിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറൊരു സിനിമയെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ബേസിക്കലി വേറെ ഒന്നുമല്ല, നമ്മൾ സ്പേസിൽ നിന്ന് ഈ എർത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി എയർ. അപ്പം ഭയങ്കര ഹൈ സ്പീഡിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും ആ എയറിൻ്റെ റെസിസ്റ്റൻസ് കാണാം, ഒരുപാട് ഹീറ്റ് ബിൽഡപ്പ് ആവും. ആ ഹീറ്റ് ബിൽഡപ്പ് ആവുന്ന സമയത്ത് ആ ഒരു ക്യാപ്സ്യൂളിലായിരിക്കും അവർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷീൽഡിങ്, അതായത് കവറിങ് ഒക്കെ ഹീറ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കണം. അകത്ത് ആൾക്കാരെ സേഫായിട്ട്, അത് കത്തിപ്പോകാൻ പാടില്ല, കത്തിപ്പോയാൽ കഴിഞ്ഞില്ലേ, ആൾക്കാരുടെ കഥ കഴിഞ്ഞു. അപ്പോൾ അകത്തുള്ള ആൾക്കാരിനെയും സിസ്റ്റത്തിനെയും സേഫായിട്ട് വെച്ചുകൊണ്ട് താഴേക്ക് വരിക. അപ്പോൾ താഴോട്ട് നല്ല സ്പീഡിൽ വരുന്ന സമയത്ത് ഒരു പോയിന്റിൽ ഭയങ്കര എയർ റെസിസ്റ്റൻസ് കാരണം അത് കത്തും. അത് കത്തുന്ന സമയത്ത് ഭയങ്കര സ്പീഡിലും ഒന്ന് അത് കത്തിപ്പോകാതെ നോക്കണം. 2 ആ സ്പീഡിൽ താഴോട്ട് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ചെതറിപ്പോവും, ഈ മത്തങ്ങ വീഴുന്ന ചെതറുന്ന പോലെ ചെതറിപ്പോവും. പക്ഷേ അങ്ങനെ പോകാതിരിക്കാൻ എന്ത് ചെയ്യാം, നമ്മൾ സ്പീഡിനെ റെഡ്യൂസ് ചെയ്യണം. എങ്ങനെ ചെയ്യും, നമ്മുടെ പാരച്യൂട്ട് ഡിപ്ലോയ് ചെയ്ത് പതുക്കെ അതിൻ്റെ റെസിസ്റ്റൻസിനെ കുറച്ച് താഴോട്ട് ഒരു വെള്ളത്തിൽ കൊണ്ടിറക്കും. സോ ദാറ്റ് അതിൻ്റെ ഇമ്പാക്റ്റ് കുറേ കൂടെ മിനിമൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ടെസ്റ്റാണ് ഇവിടെ നടന്നത്, ഇൻറ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഒരു ചിനൂക്ക് ഹെലികോപ്റ്ററിലൂടെ നമ്മൾ മേളിൽ നിന്ന് താഴോട്ട് വിട്ടു. അപ്പോൾ അതിനെ താഴോട്ട് ഇങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ചിനൂക്ക് എയർക്രാഫ്റ്റാണ് ഈ സാധനം. അപ്പോൾ ഈ ഒരു ക്യാപ്സ്യൂളിലേക്കാണ് നമ്മൾ ആൾക്കാരെയൊക്കെ അകത്തിരുത്തുന്നത്. അപ്പോൾ അവർ താഴോട്ട് വരുമ്പം പാരഷൂട്ട് ഡിപ്ലോയ് ചെയ്തു. അതാണ് സക്സസ്ഫുള്ളി നമ്മൾ ഡിപ്ലോയ് ചെയ്തു എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ 2 ഇതിനകത്ത് നമ്മളിത് കൃത്യമായിട്ട് വന്നൊരു സാധനമായതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ദിസ് ഗഗൻയാൻ മിഷൻ ഇസ്. സോ ദിസ് ഇസ് ടു ചെക്ക് ഹൗ ദി പാരച്യൂട്ട് സിസ്റ്റം ഡിസൈൻ ഫോർ ദിസ് സിസ്റ്റം വാസ് വർക്കിംഗ്. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിനകത്ത് നോക്കാനായിട്ടുള്ളൂ. നമ്മളിനി അടുത്ത ആർട്ടിക്കിലേക്ക് 2-3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്കത് കൃത്യമായിട്ട് നമുക്ക് നോക്കി പോവാം. ഒന്ന്, നമുക്ക് ഇന്ത്യയുടെ ഒരു നാവിക് സിസ്റ്റം ഉണ്ട്, നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ് നമുക്ക് നോക്കാം. 2018 ആക്ച്വലി നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഫോൺസിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എന്താ, GPS നമ്മൾ ഉപയോഗിക്കും, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അത് അമേരിക്കയുടെയാണ്. അതുപോലെ തന്നെ പല കൺട്രീസിനും ഇത് ഒരുപാട് സാധനങ്ങളുണ്ട്. GPS US-ൻ്റെതാണെന്നുണ്ടെങ്കിൽ റഷ്യയ്ക്ക് നമ്മൾ ഗ്ലോണാസ് എന്ന് പറയും. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഗലീലിയോ എന്ന് പറയും. ചൈനയുടെ ബൈഡു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എൻ്റെ ഒരു വിശ്വാസം. ബൈഡുവിലാണ് നമ്മൾ ചൈനയുടെ സംഭവം വരുന്നത്. അതുപോലെ തന്നെ ജപ്പാനും ഈ ഒരു സാധനമുണ്ട്, ZQNS എന്നൊക്കെ പറഞ്ഞിട്ട്, QZSS ജപ്പാനിന് വേണ്ടിയിട്ട്. അത് റീജിയണലാണ്. ഇന്ത്യക്കും അങ്ങനെ ഇന്ത്യയുടെ റീജിയണൽ ആയിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇത് പറയുക നാവിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാണ്, നമുക്കറിയാം സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സിസ്റ്റം, അതായത് GPS എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും നാവിക് വർക്ക് ചെയ്യുന്നത്. പക്ഷേ GPS ഇസ് ഫോർ എ ഗ്ലോബൽ കവറേജ്. പക്ഷേ ഈ നാവിക് എന്ന് പറയുന്നത് റീജിയനിലാണ്. ഇറ്റ് വിൽ കവർ അറൗണ്ട് ഒരു 1500 കിലോമീറ്റേഴ്സ് ബിയോണ്ട് ദി ഇന്ത്യൻ ബോർഡേഴ്സ് എന്നുള്ള രീതിക്കാണ്. അപ്പോൾ ഇറ്റ് ഇസ് എ കോൺസ്റ്റലേഷൻ ഓഫ് 7 സാറ്റലൈറ്റ്സ് ആൻഡ് ഒരു 36,000 കിലോമീറ്റേഴ്സ് അബവ് ദി എർത്ത്. അതൊരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. സോ ഒരു 7 കോൺസ്റ്റലേഷൻ ഓഫ് 7 സാറ്റലൈറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇറ്റ് ഹാസ് എ പൊസിഷൻ ഓഫ് 20 മീറ്ററിൻ്റെ ആക്യുറസി വരും. ഇതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്, 2 ടൈപ്സ് ഓഫ് സർവീസസ്. സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സർവീസസ്, അത് എല്ലാ യൂസേഴ്സിനും വരും. റെസ്ട്രിക്റ്റഡ് സർവീസസ്, ദാറ്റ് ഇസ് ഓൺലി ഫോർ ഓതറൈസ്ഡ് യൂസേഴ്സ് ലൈക്ക് മിലിറ്ററി. ഈ റെസ്ട്രിക്റ്റഡ് സർവീസസിന് കുറച്ചുകൂടെ പ്രിസിഷനും കുറച്ചുകൂടെ ക്ലാരിറ്റി ND ഇമേജസും കിട്ടാം. അത് മിലിറ്ററിക്ക് മാത്രമേ ആക്സസിബിൾ ഉള്ളൂ. പക്ഷേ കോമൺ യൂസേഴ്സിന് സ്റ്റാൻഡേർഡ് SPS സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു 3 4 സാറ്റലൈറ്റ്സ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ പറഞ്ഞില്ലായിരുന്നു ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്, അതിൽ 3 സാറ്റലൈറ്റ്സും ഒരു 4 സാറ്റലൈറ്റ്സിനെ നമ്മൾ ജിയോ സിൻക്രണസ് ഓർബിറ്റിലും ആണ് ഇതിനകത്ത് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എന്താ ഈ ന്യൂസിൽ വരുമ്പോൾ നമ്മൾ ഇതെന്താണ് നാവിക് എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടു. ഇപ്പോൾ എന്താ ഇതിനകത്ത്
ന്യൂസിനകത്ത് വന്നിരിക്കുന്നത്. ന്യൂസിനകത്ത് ഇപ്പോൾ നമ്മുടെ ഒരു അറ്റ്ലീസ്റ്റ് 3 സാറ്റലൈറ്റ്സ് ആർ ഗോയിങ് ടു ബി ലോഞ്ച്ഡ് ബിഫോർ 2026 ആൻഡ് ടു റീപ്ലനിഷ് ദി ഡീഫങ്ക്ഡ് സാറ്റലൈറ്റ്സ് ദാറ്റ് ആർ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ GPS ഓർ നാവിക് സിസ്റ്റം. അതായത് ഇതിനകത്തൊക്കെ നമുക്ക് അറ്റോമിക് ക്ലോക്സ് നമുക്ക് വേണം. അറ്റോമിക് ക്ലോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിനകത്ത് പ്രിസൈസ് ആയിട്ട് ടൈമിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റുബീഡിയം ക്ലോക്സിനെയാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ഈ സാധനത്തിന് ഭയങ്കര ഹൈ പ്രിസിഷൻ ആയിട്ടുള്ളൊരു സാധനം വേണം. ഒരു സാറ്റലൈറ്റ് ഒരു 5 എണ്ണം വെച്ചൊക്കെ വേണം ടു പ്രൊവൈഡ് ദി ആക്യുറേറ്റ് ടൈമിംഗ് ആൻഡ് സോ ദാറ്റ് നമ്മുടെ ഈ യൂസേഴ്സ് നമുക്ക് കൃത്യമായിട്ട്, അതായത് നമ്മുടെ ഈ ലൊക്കേഷനൊക്കെ ചെയ്യുന്നത് ഒരു ടൈം ബേസ്ഡ് കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ടൈം അത്രത്തോളം പ്രിസൈസ് ആയിരിക്കുന്നോ അത്രത്തോളം പൊസിഷനും പ്രിസൈസ് ആയിരിക്കുന്നു. അപ്പോൾ ഈ സാധനം ആക്യുറേറ്റ് സാധനത്തിന് വേണ്ടി നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ ഇത് പറഞ്ഞ പോലെ ഗ്ലോനാസ്, ചൈനയുടെ വൈഡിയോ, ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് കണ്ടത് തന്നെ ഇതിനകത്ത് പറയുന്നത്. ഇപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി 2 ഓഫ് ദ സാറ്റലൈറ്റ്സ്, നമ്മൾ പറഞ്ഞു 7 എണ്ണം ഉണ്ടെന്നുള്ളത്, അപ്പോൾ ഓൺലി 2 ഓഫ് ദ സാറ്റലൈറ്റ് ഹാവ് ദി ഫങ്ഷണൽ അറ്റോമിക് ക്ലോക്സ്. അപ്പോൾ ഈ ക്ലോക്സിനെ, അതായത് കുറേ സാധനത്തിനകത്ത് ഡീഫെക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഇതിനെ റീപ്ലേസ് ചെയ്യണം. പല സാധനത്തിനകത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടു റീപ്ലേസ് ദി ഏജിങ് ആൻഡ് ഫ്ലീറ്റ് ഓഫ് IRNSS സാറ്റലൈറ്റ്സ്. കാരണം ഒരുപാട് സാധനത്തിനകത്ത് നമുക്ക് ഇപ്പോൾ ഇതില്ല. 5 ഓഫ് ദീസ് നാവിക് സാറ്റലൈറ്റ്സ് വെർ കംപ്ലീറ്റ്ലി ഡീഫെക്റ്റ് വിത്ത് ഓൾ ദ 3 ക്ലോക്സ് ഇൻ ദം നോട്ട് വർക്കിംഗ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നാവിക് ഗെറ്റിംഗ് ഡിഫെക്റ്റ് ആണെന്നുള്ളൊരു ഹെഡിങ് പോലെ കൊടുത്തത്. ഇറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ഡിഫെക്റ്റ്, വി ആർ പ്ലാനിങ് ടു റീപ്ലനിഷ് ഇറ്റ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വൈ വി ആർ ഡൂയിങ് സച്ച് എ തിങ്. ഇപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഇത് 2018 ഇതിൻ്റെ ലാസ്റ്റ് സാധനം IRNSS 11 എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് സാധനം നമ്മൾ ഈ 7 എണ്ണമുള്ള കോൺസ്റ്റലേഷൻ അയച്ചത് 2018. പിന്നെ നമുക്ക് ഇതിനൊന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മളൊരു NVS 1 NVS 2 എന്നും പറഞ്ഞിട്ട് അത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സ് എന്ന് വരും, EOS നാവിഗേഷൻ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഈ നാവിഗേഷൻ സാറ്റലൈറ്റ് എന്നുള്ള രീതിക്കാണ് നമ്മൾ കൊടുത്ത്. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വേറെയാണ് കേട്ടോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയി. നാവിഗേഷൻ സാറ്റലൈറ്റ്സ് ആണ്. നാവിഗേഷൻ സാറ്റലൈറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്തു. പക്ഷേ ഈ ഒരു കോൺസ്റ്റലേഷനെ റീപ്ലേസ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഇനി അടുത്ത് വരുന്ന കുറച്ച് ലോഞ്ചസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നാവിക് എന്താണെന്നും ഇതിൽ എത്ര കോൺസ്റ്റലേഷൻ ഉണ്ടെന്നും ഇത് എത്ര കിലോമീറ്റർ വരെ ഉണ്ടെന്നും, കാരണം ഇത് ഗ്ലോബൽ എന്നൊക്കെ പറയും, പക്ഷേ നമ്മളത് റീജിയണലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുക. അപ്പോൾ ഇത്രയും സാധനമേ നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കേരള ടൂറിസം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട്. മൊണാലിസയുടെ ഒരു മലയാളം മേക്ക് ഓവർ. നിങ്ങൾ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല എന്താ പറയുക, കസവ് സാരിയും പിന്നെ നല്ല മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ടുള്ളൊരു രീതിയിലാണ്. ഇത് ടോട്ടലി AI ജനറേറ്റഡ് ഇമേജ് ആണ്. അപ്പോൾ ഇത് വേറൊന്നുമല്ല, ഇത് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും പ്ലസ് ഹൗ ഇന്നോവേറ്റീവ്ലി വി ക്യാൻ പ്രൊമോട്ട് ടൂറിസം എന്നുള്ള കാര്യത്തിന് കാണിക്കാനാണ്. ദ ടൈമിംഗ് ഓഫ് ദി ഇമേജ് ഇസ് വെരി ക്രൂഷ്യൽ ബിക്കോസ് ഓഗസ്റ്റ് 21, 1911 മൊണാലിസ പെയിൻറ്റിങ് എന്താ പറയുക തെഫ്റ്റ് ആകപ്പെട്ടത്. പിന്നെ അതിനെ നമുക്ക് റീഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തു, നമ്മളത് തിരിച്ചെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. ഫ്രാൻസിലാണ്, പാരീസിലാണ് അതുള്ളത്. അപ്പോൾ നമുക്കറിയാം ലിയോണാർഡോ ഡാ വിഞ്ചിയുടെ ആണ് ഈ ഒരു മൊണാലിസയുടെ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദ സ്റ്റേറ്റ് ഹാസ് ബീൻ വിറ്റ്നസിങ് എ മാസീവ് സർജ് ഇൻ ടൂറിസം. സോ ഇന്നോവേറ്റീവ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഇൻക്ലൂഡിംഗ് ഡിജിറ്റൽ ഔട്ട്റീച്ച് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ദീസ് വിൽ എൻഹാൻസ് ദ വിസിബിലിറ്റി ഓഫ് കേരള ആസ് വൺ ഓഫ് ദി മേജർ ടൂറിസം ഹബ് ഇൻ ദി വേൾഡ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഇത് നമുക്ക് എവിടെയെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കോട്ട് ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഹാസ് ബിക്കം ഫേമസ് ഓൾ ഇന്ത്യ. ഓക്കെ, അപ്പോൾ നമുക്കത് നല്ലൊരു സംഭവമാണ്. അപ്പോൾ എവിടെയെങ്കിലും ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ അതുപോലെ ഒരു ഹിന്ദുവിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഒരു നാസയുടെ ചാപ്പിയ മിഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് വേറൊന്നുമല്ല, നിങ്ങളിത് എന്താണെന്നുള്ള കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ചാപ്പിയ മിഷൻ ഇസ് റിലേറ്റഡ് ടു നാസ. ദേ ക്യാൻ സേ ചിലപ്പോൾ അത് യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നും ജപ്പാൻ്റെ സ്പേസ് ഏജൻസിയൊക്കെ ചിലപ്പോൾ പറയാം. പക്ഷേ നാസയുടെ മിഷനാണെന്നുള്ള കാര്യം ഓർക്കുക. ഇത് വേറൊന്നുമല്ല, മാർസിലെ ഹാബിറ്റാറ്റ്സിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക, സെർവ് ആസ് ആൻ അനലോഗ് ഫോർ 1 year മിഷൻസ്. അതായത് ഇപ്പോൾ മാർസിൽ നമുക്ക് ഉള്ള ഹാബിറ്റാറ്റ് കണ്ടീഷൻസിനെ വെച്ച് അവിടെ ഹ്യൂമൻസിന് തങ്ങാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റേഷൻ ഒരു മിഷനാണ് ചപ്പിയ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നാസയുടെ ആണെന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഹാബിറ്റബിലിറ്റി ഇൻ ദി മാർസ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഇത്ര സാധനമേ ഉള്ളൂ. ഈ അനലോഗ് എന്ന് പറയുന്നത് ഒരു റെപ്ലിക്ക, അത്രയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ഒരു എക്സ്ഗാർഡ് മിഷൻ്റെ കാര്യം പറഞ്ഞു, ഒരു എക്സ്ഗാർഡ് സിസ്റ്റം, GUARD എക്സ്ഗാർഡ് സിസ്റ്റത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതെന്തായിരുന്നു? ഒരു ടോഡ് ഡീകോയ് ആയിരുന്നു, ടോഡ് ഡീകോയ്. അപ്പോൾ ഇതിനെ നമുക്ക് ഡിസെപ്റ്റീവായിട്ട് നമ്മുടെ അസറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സിസ്റ്റമാണ്. ഡിഫൻസ് ടെക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ട ഒരു സംഭവമാണ് ജൻ വിശ്വാസ് ബില്ല്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡീക്രിമിനലൈസ് ചെയ്യുക, അതുവഴി നമുക്ക് എന്താ ചെയ്യുക, ട്രസ്റ്റ് ബേസ്ഡ് ഗവർണൻസിനെ കൊണ്ടുവരിക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ മിഷൻ സുദർശന ചക്ര, ഇതിനെക്കുറിച്ച് നമ്മളിന്ന് പറയുന്നുണ്ടായി. സുദർശന ചക്ര ആൻഡ് ഇതിൻ്റെ ഇയർ എപ്പോഴായിരുന്നു? മിഷൻ സുദർശന ചക്ര ബൈ ഇയർ 2035 എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇതല്ലാതെ നമ്മൾ ഗഗൻയാൻ മിഷൻ്റെ കാര്യം പറഞ്ഞു.
പിന്നെ വേറെന്താ പറഞ്ഞേ, നമ്മളൊരു നാവിക് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. അത് റീജിയണൽ സിസ്റ്റം ആണെന്നുള്ള കാര്യം ഓർക്കുക. GPS-ഉമായിട്ട് കമ്പാരബിൾ ആണെന്നുണ്ടെങ്കിലും ദി ആർ നോട്ട് എക്സാക്ട്ലി ദ സെയിം. പിന്നെന്താ പറഞ്ഞു, നാസയുടെ ഒരു മിഷനെ കുറിച്ച് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടു. നാസയുടെ മിഷൻ എന്ന് പറയുന്നത് ചാപ്പിയ എന്ന് പറയും. ചാപ്പിയ, അത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മാർസ്. ഇത്രയും കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ എല്ലാ ആർട്ടിക്കിളും നമുക്ക് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആവശ്യമില്ല. വി ഡു ഇറ്റ് ആസ് പെർ ദി റിക്വയർമെൻറ്റ് ഓഫ് ദി എക്സാം. അപ്പോൾ ചില കാര്യങ്ങൾ പ്രിലിംസ് പെർസ്പെക്റ്റീവായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അത് ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടാവും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദിസ് സെഷൻ. സോ അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.